എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നേന്ത്രപ്പഴം കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ്. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവനും പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടി എടുക്കുന്നതിനനുസരിച്ച് പഴം എടുക്കണം. ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പഴത്തിൽ തന്നെയാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊടി എടുക്കുമ്പോൾ പഴം കൂട്ടിയെടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അധികം നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/4 കപ്പ് ശർക്കര ചതച്ചതാണ്. കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരാൻ. അപ്പോൾ കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ശർക്കര ഒന്നും പൊടിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. എൻ്റെ ശർക്കര നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി മാവൊന്ന്
ബോളാക്കി എടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ബോളാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചപ്പാത്തി മേക്കറിൽ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു അട ഉണ്ടാക്കുന്ന ഒരു അച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഞാൻ ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് ഈ മാവൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കി വരുന്നതൊന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കാം. അപ്പോൾ ഒരട റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ആവിയിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആവി കയറ്റാനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓട്ടത്തട്ടും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാഴയിലയും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടയൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അട കുക്കായിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു മണം വരുന്നുണ്ട്. ആ വാഴയിലൊക്കെ വെച്ചപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അടിപൊളി അടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്